അപ്പൊ നമ്മള് ടോപ്പ് 100 കസ്റ്റമേഴ്സിനെ ഇതില് ഫിൽട്ടർ ചെയ്തെടുത്തു. നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു ടൈറ്റിൽ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ ടൈറ്റിൽ കൊടുക്കുന്നത്? ടോപ്പ് 100 കസ്റ്റമേഴ്സ്. കണ്ടോ, ഇവിടെ ടൈറ്റിൽ വന്നേക്കുന്നുണ്ടോ? അതുപോലെ ടോപ്പ് 100 കസ്റ്റമേഴ്സ് എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ കൊടുക്കാം. ടൈറ്റിൽ കൊടുക്കണമെങ്കിൽ ആ ഒരു ടേബിൾ സെലക്ട് ചെയ്യാം. ഇവിടെ ഇത് ലോഡിങ് ആയതുകൊണ്ടാണ് ടൈം എടുക്കുന്നത്. ഫോർമാറ്റില് ടൈറ്റിൽ ഉണ്ടാവും, അത് സെലക്ട് ചെയ്തിട്ട് ടൈറ്റിൽ മാറ്റി കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് സോർട്ട് ദ ടേബിൾ ഡിസെൻഡിങ് ബൈ ഓർഡേഴ്സ്. ഓർഡേഴ്സിന്റെ ബേസിലാണ് നമ്മൾ ഇനി സോർട്ട് ചെയ്യേണ്ടത്. സോർട്ട് ചെയ്യണമെങ്കിൽ ടേബിൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ 3 ഡോട്ട്സ് കാണാം, മോർ ഓപ്ഷൻസ്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ കണ്ടോ, എന്തിന്റെ ബേസിലാണ് സോർട്ട് ചെയ്യേണ്ടതെന്ന് ആദ്യം കൊടുക്കാം. ടോട്ടൽ ഓർഡേഴ്സ് കൊടുക്കാം. ദെൻ എന്താ ഡിസെൻഡിങ് ഓർഡറിലല്ലേ, ഡിസെൻഡിങ് കൊടുക്കാം. അപ്പൊ അവിടെ സോർട്ട് ആയി കിട്ടും. ഇവിടെ ഇപ്പം എന്റെ ലോഡിങ് ആയതുകൊണ്ടാണ് നമുക്ക് ഔട്ട്പുട്ട് കാണാൻ പറ്റാത്തത്. അപ്പൊ അത് ചെയ്ത് നോക്കാം. ടൈറ്റിൽ ആദ്യം ചേഞ്ച് ചെയ്യാം. ഫോർമാറ്റിൽ ടൈറ്റിൽ പോയി ടൈറ്റിൽ ആദ്യം കൊടുക്കാം. ദെൻ സോർട്ട് ചെയ്യുക വാല്യൂസ്. എന്തിന്റെ ബേസിലാണ്? ടോട്ടൽ ഓർഡേഴ്സിന്റെ ബേസിൽ ഡിസെൻഡിങ് ഓർഡർ ആക്കി കൊടുക്കാം. അപ്പം ഇത്രയാണ് നമ്മളുടെ ഈ ഒരു ടേബിളിൽ ചെയ്യേണ്ടത്. അപ്പൊ ആദ്യം നമ്മൾ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്തു, അതില് വാല്യൂസ് കൊടുത്തു. നെക്സ്റ്റ് എന്താ, അതില് ടോട്ടൽ ഓർഡേഴ്സിനെയും ടോട്ടൽ റവന്യൂവിനെയും നമ്മൾ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ചെയ്തു. നെക്സ്റ്റ് അതിൽ നിന്ന് 100 കസ്റ്റമേഴ്സിനെ, ടോപ്പ് ആയിട്ട് നിൽക്കുന്ന 100 കസ്റ്റമേഴ്സിനെ ടോട്ടൽ ഓർഡേഴ്സിന്റെ ബേസിൽ കണ്ടുപിടിച്ചു, ഫിൽട്ടർ ചെയ്തു. അതിനുശേഷം എന്താ, ഓർഡേഴ്സിനെ നമ്മൾ ഡിസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്തു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ ചെയ്തത്.